ഇസ്രായേൽ വിളിച്ചു വരുത്തിയ ഗുണ്ട എന്ന നിലയ്ക്ക് പെരുമാറുന്ന അമേരിക്കയുടെ തീരുമാനം മാത്രമാണ് ഇപ്പം ഇറാനെതിരെ നടന്നത്. മനുഷ്യരുടെ ഒരു പിന്മുറക്കാരനെ ഇവരുടെ നിയമങ്ങൾ വെച്ചുകൊണ്ട് വേട്ടയാടിയ ചരിത്രമുള്ള ഒരാളാണ് ഈ ട്രംപ്. അമേരിക്ക ആക്രമിക്കാൻ, അണവായുധം കൊണ്ട് ആക്രമിക്കാനോ അല്ലാതെ ആക്രമിക്കാനോ ഒരു പദ്ധതി ഇറാനുള്ളതായിട്ട് ഒരു തെളിവുമില്ല എന്ന് ഇന്നലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രമായ പെൻറ്റഗൺ അമേരിക്കൻ കോൺഗ്രസിനെ, അമേരിക്കൻ പാർലമെൻറ്റിനെ അറിയിച്ചിരിക്കുകയാണ്. വാർത്തയിൽ ഉള്ളത് പങ്ക്തിയുടെ പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മലയാളികൾ മറ്റൊരു യുദ്ധത്തിൻ്റെ മുഖത്തിരിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് ഇന്ത്യയിൽ യുദ്ധമുണ്ടാകുന്നത് പോലെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധമുണ്ടാകുന്നത്. പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് കേരളമാണെന്ന് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലുണ്ടാകുന്ന ഏതൊരു അസ്വസ്ഥതയും നമ്മളെ അസ്വസ്ഥരാക്കും. ഈ യുദ്ധം പക്ഷേ അതിന് വേറൊരു വളരെ അടിസ്ഥാനപരമായ ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്. ഇത് വെറും ഒരു യുദ്ധം മാത്രമല്ല. നമ്മൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പേർഷ്യൻ ഗൾഫ് മേഖലകളിലെ അറബ് ലോകത്തെ അവരുടെ അജണ്ടകളെക്കുറിച്ച് നമുക്ക് ലോകത്തിനൊരു ധാരണകളുണ്ട്. അതിൽ പലപ്പോഴും അറബ് രാജ്യങ്ങളെ മുൻനിർത്തി പാശ്ചാത്യ ലോകം, പാശ്ചാത്യ മുതലാളിത്ത ലോകം അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതാണ് നമ്മളിതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിൽ നിന്ന് മാറി, ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി വളരെ അഗ്രസീവായിട്ട് നേരിട്ടുള്ള ആക്രമണം രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറി. അത് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ പോലും അത് നടത്തുന്നത് നമ്മൾ വെനസ്വേലയിൽ കണ്ടു. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം, ഇറാന് നേരെ നടന്ന ആക്രമണം. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനിയെ കൊന്നത്. ഇതിലൊക്കെ നമ്മൾ കാണുന്നത് സാധാരണഗതിയിൽ അന്താരാഷ്ട്ര രംഗത്ത് രാജ്യങ്ങൾ തമ്മിൽ പാലിക്കേണ്ട ചില അടിസ്ഥാന മര്യാദകളുണ്ട്. ആ മര്യാദകൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ലംഘിക്കാൻ പറ്റുമെന്ന് അമേരിക്ക ഒന്നിനു പിറകെ ഒന്നായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അപകടകരം എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, അതിനും അപ്പുറത്തേക്കാണ്. ഓരോ മനുഷ്യൻ്റെയും നിലനിൽപ്പിനെ തന്നെ അസ്വസ്ഥമാക്കുന്ന, ഉറപ്പില്ലാതാക്കുന്ന, ഇളക്കിക്കളയുന്ന, നമ്മളുടെയൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ പരസ്പരമുള്ള ചില ധാരണകൾ ഒന്നാകെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്ക പേർഷ്യൻ ഗൾഫിൽ അമേരിക്ക ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമേരിക്ക പേർഷ്യൻ ഗൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യക്തിപരമായി ഇറാനിലെ മതാധിപത്യ ഭരണകൂടത്തോട് എതിർപ്പുള്ള ആളാണ് ഞാൻ. മനുഷ്യർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പൊതുവായ ചില ധാരണകളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് എന്നുള്ളത് ശരി തന്നെ. അതിൻ്റെ അകത്ത് തന്നെ മതം അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളെയും അതിൽ പറയാത്ത കാർക്കശ്യത്തോടു കൂടി നടപ്പാക്കുക, അത് നടപ്പാക്കാൻ വേണ്ടി മനുഷ്യത്വരഹിതമായ രീതിയിൽ ഒരു പട്ടാള പോലീസ് സംവിധാനം ഉണ്ടാക്കുക എന്നൊന്നും സാധാരണഗതിയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് മതത്തിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള, മതത്തിൻ്റെ ഒരു കാരണവശാലും അനുവദനീയമല്ലാത്ത വ്യാഖ്യാനവും ആ വ്യാഖ്യാനത്തിൻ്റെ പ്രയോഗവുമാണ് ഇറാനിൽ കണ്ടുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ നമ്മൾ പേർഷ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഇസ്ലാമിക് ഭരണാധികാരികൾ പോലും നടപ്പാക്കേണ്ടതില്ല. മതം എന്നുള്ളത് സൃഷ്ടാവിനോടുള്ള ഒരു ബന്ധമാണെന്നിരിക്കെ അതിന് ഭൗതികമായ രീതിയിൽ അങ്ങേയറ്റത്തെ 24 മണിക്കൂർ 360 ഡിഗ്രിയിലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് ഇറാനിലെ ഭരണകൂടം അംഗീകരിച്ചില്ല എന്നുള്ളതും വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. അത് ആ രാജ്യത്തെ ജനങ്ങളും ആ രാജ്യത്തെ ഭരണാധികാരികളും തമ്മിൽ തീർക്കേണ്ട പ്രശ്നമാണ്. അവിടെയാണ് നമ്മളുടെ പ്രശ്നം. അവിടെ ആ രാജ്യത്തെ ഭരണകൂടത്തെ മാറ്റിക്കളയാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അനീതി എല്ലാ സമൂഹങ്ങളിലും നടക്കും. ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ നടക്കും, നമ്മുടെ ജില്ലയിൽ നടക്കും, നമ്മുടെ സംസ്ഥാനത്ത് നടക്കും, നമ്മുടെ രാജ്യത്ത് നടക്കും. ഇതേ കാര്യം തന്നെയാണ് ലോകത്ത് ഓരോരുത്തരും നടക്കുന്നത്. ഇതിന് നമ്മുടെ അയൽവക്കക്കാരൻ നമ്മളുടെ സ്ഥലം കയ്യേറിയാൽ മൂന്നാമതൊരു ഗുണ്ടയെ വിളിച്ചിട്ടല്ല ആ പ്രശ്നത്തിന് പരിഹാരം കാണുക. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട്. എല്ലാ പ്രാവശ്യവും ഗുണ്ടയെ വിളിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ടല്ല? ഗുണ്ടയെ നമ്മൾ ഒരു പ്രാവശ്യം വിളിച്ചാൽ രണ്ടാമത്തെ പ്രാവശ്യം ഗുണ്ട പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ്.
അതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു വ്യാഖ്യാനം. ഇപ്പോൾ പേർഷ്യൻ ഗൾഫിൽ നടക്കുന്നത്, ഇറാനിൽ നടക്കുന്നതാണ്. ഇറാൻ ഭരണകൂടവും ഇറാനിലെ മനുഷ്യരും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ വരുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ അമേരിക്ക വന്നിരിക്കുന്നത്. അമേരിക്ക പറയുന്ന മറ്റ് കാര്യങ്ങൾ, അതായത് ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ പണ്ട് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞ അതേ നുണയുടെ യാതൊരു വ്യത്യാസവുമില്ലാത്ത, യാതൊരു ചളിപ്പുമില്ലാത്ത പുനരാഖ്യാനമാണ്. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഇറാഖിനെ ആക്രമിക്കാൻ നേരത്ത്, സദ്ദാം ഹുസൈനെ ഹണ്ട് ചെയ്യാൻ നേരത്ത് അമേരിക്ക പറഞ്ഞിരുന്ന വ്യാഖ്യാനം അതാണ്. ഇറാഖ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ മുഴുവൻ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭൂപ്രദേശം. വലിയ ചരിത്രമുള്ള മനുഷ്യർ, അവരുടെ സംസ്കാരം, അതിനെ മുഴുവൻ ഛിന്ന ഭിന്നമാക്കി, ധൂളിയാക്കി, പൊടിയാക്കി, ഇല്ലാതാക്കിയിട്ടും നമ്മൾ ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കണ്ടില്ല. മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാരകശേഷിയുള്ള ആയുധങ്ങൾ എന്ന അമേരിക്ക ലോകത്തെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച ഈ ആയുധങ്ങൾ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടതിന് കേട്ടിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ഇറാനെതിരെയുള്ള അണുവായുധം ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണവും. ഇതുമായി ബന്ധപ്പെട്ട് 2015 ഇറാനും അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന എന്നീ അംഗീകരിക്കപ്പെട്ട ആണവശക്തികളും അതിൻ്റെ കൂടെ ജർമ്മനി P5+1 ഈ ആണവ 5 അംഗീകരിക്കപ്പെട്ട ആയുധ ശക്തികളും ജർമ്മനിയും ഇറാനും ചേർന്ന് ഒരു കരാറുണ്ടാക്കിയതാണ്. ആ കരാർ പ്രകാരം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി, ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം നടത്തൂ എന്ന് ഇറാൻ വാക്ക് നൽകിയതാണ്. എന്ന് മാത്രമല്ല, ഇമാതിരിയുള്ള ആറ്റം ബോംബ് ഉണ്ടാക്കുക എന്നുള്ളത് മതത്തിൻ്റെ ശാസ്ത്രങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ഇപ്പോൾ അമേരിക്ക കൊന്ന ആയത്തുള്ള ഖമീനി പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ഫത്വയുടെ രൂപത്തിലാണ് പറഞ്ഞത്. അദ്ദേഹം കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. പക്ഷേ 2015 ഈ കരാറുണ്ടാക്കി 2018 ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് അമേരിക്ക മാറുകയാണ് ചെയ്തത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ ഇതിന് ഒരു സമാധാനപരമായ പരിഹാരം കാണാൻ പറ്റും എന്നുള്ള, കാരണം അതിൽ അന്താരാഷ്ട്ര പരിശോധനകൾ നടക്കുന്നു, ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ പരിശോധനകൾ നടക്കുന്നു. ഏകപക്ഷീയമായിട്ട് അമേരിക്ക ആ കരാറിൽ നിന്ന് പിന്മാറുകയാണ്. അപ്പോൾ ആ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാന് കിട്ടേണ്ടിയിരുന്ന പല ആനുകൂല്യങ്ങളും കിട്ടാണ്ടായി. അപ്പോൾ അവർ വീണ്ടും അവരുടെ സമ്പുഷ്ടീകരണ പദ്ധതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും ബോംബാണ് എന്ന് പറയാനുള്ള ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇന്നലെ ലേറ്റസ്റ്റായിട്ട് കണ്ടത്, അമേരിക്ക ആക്രമിക്കാൻ, അണവായുധം കൊണ്ട് ആക്രമിക്കാനോ അല്ലാതെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയും ഇറാനുള്ളതായിട്ട് ഒരു തെളിവുമില്ല എന്ന് ഇന്നലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രമായ പെൻറ്റഗൺ അമേരിക്കൻ കോൺഗ്രസിനെ, അമേരിക്കൻ പാർലമെൻറ്റിനെ അറിയിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇറാൻ എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് എത്രയോ ദൂരെ കിടക്കുന്ന രാജ്യം അവരുടെ ജീവിതം കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. അവരെ പലതരത്തിലുള്ള സാങ്ഷൻ കൊണ്ട് ജീവിക്കാൻ വയ്യാണ്ടാക്കിയിട്ടും അവരുടേതായ വഴികൾ കണ്ടെത്തി മുമ്പോട്ട് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ അടുത്തുള്ള മറ്റ് അറബ് രാജ്യങ്ങളുമായി തന്നെ അത്യാവശ്യം മെച്ചപ്പെട്ട ബന്ധത്തിലായിരുന്നു. പലസ്തീൻ എന്ന് പറയുന്ന കോസിൻ്റെ ഒപ്പം ഇറാനെ പോലെ നിന്ന് മറ്റൊരു രാജ്യമില്ല. മറ്റ് അറബ് രാജ്യങ്ങൾ പോലും അമേരിക്കൻ, ഇസ്രായേലി ഇൻഫ്ലുവൻസസ് സ്വാധീനത്തിൽ വന്നപ്പോൾ പോലും ഇറാൻ അക്കാര്യത്തിൽ വളരെ പ്രിൻസിപ്പിൾഡായിട്ടൊരു നിലപാടെടുത്തിരുന്നു. വളരെ തത്വദീക്ഷാപരമായ ഒരു നിലപാടാണ് ഇറാൻ എടുത്തിരുന്നത്. ഇങ്ങനെ അമേരിക്കയുടെ കണ്ണിലെ കരടായി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നത്. അതോടൊപ്പം ഇസ്രായേലിന് മധ്യ ഏഷ്യയിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് വേറൊരു താല്പര്യവും അവിടെ വേണ്ട എന്നുള്ള ഇസ്രായേൽ വിളിച്ചു വരുത്തിയ ഗുണ്ട എന്ന നിലയ്ക്ക് പെരുമാറുന്ന അമേരിക്കയുടെ തീരുമാനം മാത്രമാണ് ഇപ്പം ഇറാനെതിരെ നടന്നത്. കാരണം ഇറാൻ ആണവായുധം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് നുണയാണ് എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവായുധ കേന്ദ്രങ്ങളിൽ ബോംബിട്ടിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇറാൻ്റെ ആണവ പദ്ധതിയെ ഞങ്ങൾ പൊടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഒബ്ലിറ്ററേറ്റഡ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടായി എന്നുള്ളതാണ്, ഇറാൻ്റെ ആണവ പദ്ധതി ഇല്ലാണ്ടായി എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നുണയാണ്.
അതായത് ഈ 6 മാസത്തിനുള്ളിലല്ലല്ലോ ആരും ബോംബുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ലോകക്രമത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇതിൽ അങ്ങേയറ്റം ഇതിലൊരു പ്രശ്നമെന്നുള്ളത്, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ അദ്ദേഹം ഏത് രൂപത്തിൽ വരുന്നു എന്നുള്ളത് പുറത്തു നിന്ന് ഒരാൾ നിശ്ചയിക്കാൻ വേണ്ടി പാടില്ല. അമേരിക്ക എങ്ങനെ അവരുടെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് അത് അമേരിക്കക്കാരുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് അമേരിക്കക്കാർക്ക് നിവൃത്തിയില്ലാതെ വരുന്നു എന്ന് കണ്ടാൽ ബാക്കി എല്ലാവരോടും കൂടി ചെന്ന് ഡൊണാൾഡ് ട്രംപിനെ കളയാം എന്നുള്ളതല്ലല്ലോ ബാക്കിയുള്ളവർ തീരുമാനിക്കുന്നത്. അത് അമേരിക്കക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ളതല്ലേ. അതുപോലെ അതല്ലേ ഒരു അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യ ധാരണ എന്നുള്ളത്. ഇറാനിലെ പരമോന്നത നേതാവും ഇറാനിലെ ജനങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള വഴി അവർ കണ്ടുപിടിക്കട്ടെ എന്നുള്ള, അതേസമയം വേറെ ആർക്കെങ്കിലും അവരെ കൊണ്ട് ഉപദ്രവമുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇറാനെ കൊണ്ട് ആർക്കായിരുന്നു ഉപദ്രവം? ഈ പറഞ്ഞ നുണകൾ കൊണ്ടുണ്ടാക്കി പാശ്ചാത്യ ലോകത്തെ ഭയപ്പെടുത്തി ഇപ്പോൾ ഇറാനെതിരെ ഒരു വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കാണേണ്ടത് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നുള്ളത് ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. എവിടെയെങ്കിലും, അത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ലോകത്തിൽ ആരുടെയെങ്കിലും സ്വാതന്ത്ര്യത്തിന് നേരെ ഒരു ചോദ്യചിഹ്നം ഉയർന്നാൽ, ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് നേരെ ചോദ്യചിഹ്നം ഉയർന്നാൽ എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിന് നേരെ ചോദ്യചിഹ്നം ഉയരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാൻ്റെ ഭരണാധികാരികളെ തീരുമാനിക്കാൻ ഇറാനിലെ ജനങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ, വെനസ്വേലയുടെ ഭരണാധികാരിയെ തീരുമാനിക്കാൻ വെനസ്വേലയുടെ ജനങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ, നമ്മൾ ഓർക്കണം, ഇന്ത്യയുടെ ഭരണാധികാരിയെ തീരുമാനിക്കാൻ ഇന്ത്യക്കാർക്ക് അവകാശമില്ല എന്നൊരു മെസ്സേജ് കൂടിയാണ്. ഇതൊക്കെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തീരുമാനിക്കും എന്നുള്ള അവസ്ഥ എത്രത്തോളം ഗുണകരമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഓർക്കും, ഇതെന്തിനാണ് ഈ കേരളത്തിൽ ഈ മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് ഇവിടെ ആളുകൾ അമേരിക്കയ്ക്കെതിരെ സംസാരിക്കുന്നത്? എന്തിനാണ് ഇറാനിൽ നിന്ന് അമേരിക്ക നടത്തുന്ന ആക്രമണത്തെ എതിർക്കുന്നത്? ഇതുപോലെ ലോകത്തിലെ ആൾക്കാർ അറിയുന്നുണ്ടോ എന്നുള്ളത്. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യ പ്രശ്നം. ഈ ജനാധിപത്യ ബോധം എന്നുള്ളത് ഓരോ മനുഷ്യനും എണീറ്റ് നിന്ന് വിളിച്ചു പറയേണ്ട കാര്യമാണ്. നമ്മൾ നടത്തുന്ന ഏത് ഇടപാടുകളിലും ജനാധിപത്യ ബോധമുണ്ടായിരിക്കുക എന്നുള്ളത്, നമ്മൾ നോൺ വയലൻ്റ് ആയിരിക്കുക എന്നുള്ളത്, നമ്മൾ അക്രമിയാകാതിരിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. ഇതിപ്പം നമ്മൾ കൊണ്ടോട്ടി തെരുവിൽ കൂടി വിളിച്ചു പറഞ്ഞതുകൊണ്ടോ, അതല്ലെങ്കിൽ കരയേറ്റയിൽ കൂടി വിളിച്ചു പറഞ്ഞതുകൊണ്ടോ, അതല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്കുള്ള ഒരു തെരുവിൽ കൂടി ആൾക്കാർ യുദ്ധവിരുദ്ധ പ്രഖ്യാപനം നടത്തുന്നതുകൊണ്ടോ എന്താണ് പ്രയോജനം എന്ന് പരിഹസിക്കുന്ന മനുഷ്യരെ ഞാൻ ധാരാളമായിട്ട് കാണാറുണ്ട്. ഈ മനുഷ്യർ സത്യത്തിൽ ചെയ്യുന്നത് അമേരിക്കയുടെ ഗുണ്ടാപ്പണിക്ക് അവർ സഹായം ചെയ്ത് കൊടുക്കലാണ് ചെയ്യുന്നത്. കാരണം പൊതുജനാഭിപ്രായത്തെ മറന്നുകൊണ്ട് ലോകത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഈ പൊതുജനാഭിപ്രായം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം പലപ്പോഴും അതിന് മാതൃകയാണ്. ലോകത്തിലെ മനുഷ്യരോട് മെച്ചപ്പെട്ട മാതൃകകൾ ഉണ്ടാക്കുന്നതിൽ വളരെയധികം വിജയിച്ച ഒരു സമൂഹം എന്ന നിലയ്ക്ക് കേരളത്തിലെ മനുഷ്യർ ഈ അതിക്രമത്തിനെതിരെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലോകം ശ്രദ്ധിക്കുന്ന പല മാതൃകകളും മുമ്പോട്ട് വെച്ച ആളുകളാണ് നമ്മൾ. ഏറ്റവും ദരിദ്രരായ മനുഷ്യരെ കണ്ടുപിടിക്കാനുള്ള ഒരു സമ്പ്രദായം രൂപപ്പെടുത്തിയ ആളുകളാണ് നമ്മൾ പരസ്പരം ഒരുമിച്ച് നിന്ന് വലിയ ദുരന്തങ്ങളെ എതിരിട്ട മനുഷ്യരാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട് കാര്യങ്ങൾ കണ്ടു. എങ്ങനെയാണ് ഒരു വെള്ളപ്പൊക്കത്തിൽ ഇല്ലാണ്ട് പോയ മനുഷ്യരെ ഒരുമിച്ച് നിന്ന് നമ്മൾ അവരുടെ ഗ്രാമത്തെ പുനർജീവിപ്പിച്ചതെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ലോകത്തിന് മാതൃകകൾ സൃഷ്ടിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ഇറാനിൽ നടക്കുന്നത് നമ്മളുടെ കൂടി പ്രശ്നമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാൻ്റെ പരമാധികാരത്തെ അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ടുള്ള ഒരു തെമ്മാടി കൂട്ടം ചോദ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇന്ത്യയുടെ പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് ഏറ്റവും ഖേദകരമായൊരു കാര്യം, ഇറാൻ എന്ന് പറയുന്ന പേർഷ്യൻ രാജ്യം ഇന്ത്യയുമായി എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുള്ള ഒരു നാടാണ്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളിലെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സത്യത്തിൽ കഥകൾ അനുസരിച്ചാണെങ്കിൽ ഇന്ത്യക്കാരും ഇറാനികളും സഹോദരന്മാരാണ്. ഒരേ സമയത്ത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരു സഹോദരൻ ഇറാനിലേക്കും ഒരു സഹോദരൻ ഇന്ത്യയിലേക്കും കടന്നു എന്നുള്ള കഥകൾ രണ്ട് രാജ്യത്തെയും നാടോടി കഥകളിലുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വ്യക്തിബന്ധമുള്ള രക്തബന്ധമുള്ള മനുഷ്യരാണ് നമ്മൾ. അവിടെ ഇറാനിൽ ഒരു പ്രശ്നമുണ്ടാകുന്നുണ്ട് എങ്കിൽ ഇറാനിലൊരു പ്രശ്നമല്ലത്, അതൊരു അന്താരാഷ്ട്ര ഗുണ്ടാ സംഘം ഇറാനെ ആക്രമിക്കുകയും ഇറാനിൻ്റെ ഭരണാധികാരിയെ വധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ
നമ്മളതിനെ കണക്കാക്കേണ്ടത് പരമാധികാര ജനാധിപത്യ രാഷ്ട്രങ്ങൾ എല്ലാം ഈ ഭീഷണിക്ക് മുമ്പിലാണ് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ കാണേണ്ട കാര്യം. നാളെ ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഇത് വന്നുകൂടാ എന്നുണ്ടോ? നമുക്കെന്തുറപ്പാണുള്ളത്? അമേരിക്കയോട് എന്തെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ള ഉപദ്രവം ചെയ്തിട്ടല്ല ഇറാൻ്റെ ഭരണാധികാരിയെ വധിച്ചത്. ഇസ്രായേൽ പലസ്തീനിൽ കാണിക്കുന്ന തോന്നിയവാസത്തെ അതിനെ എതിർത്തു എന്നുള്ളതാണ് ഇറാൻ്റെ ഭരണാധികാരിക്ക് തലപോകാനുള്ള കാരണം. ഇസ്രായേലിനോ അമേരിക്കയോ ചെയ്യുന്ന അനീതിയെ എതിർത്തു എന്നുള്ളത് കൊണ്ട് ഒരു ഭരണാധികാരികൾ ജീവിച്ചിരിക്കാൻ അവകാശമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരിക എന്നുള്ളത് നമ്മളെങ്ങനെ അംഗീകരിക്കും? നമ്മൾ ഉയർത്തുന്ന ശബ്ദം ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും ഒരു മനുഷ്യനെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹം എന്ന നിലയ്ക്ക്. പക്ഷേ നമ്മളത് ഉയർത്തേണ്ടതുണ്ട്. കാരണം ഇത്തരം ശബ്ദങ്ങൾ ലോകത്തെല്ലായിടത്തും ഉയരുമ്പോഴാണ് ഈ ലോകക്രമം മാറുന്നത്. എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപിന് ഇതിനുള്ള ശക്തി കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. കേരളത്തിൽ പോലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഇമ്മാതിരി തോന്നിയാസങ്ങളെ സഹായിക്കുന്ന മനുഷ്യരുണ്ട്. അവർ മലയാളം സംസാരിക്കുന്ന അവർ കേരളത്തിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, അമേരിക്കയിലുണ്ട്. അവർ ഈ തോന്നിയാസങ്ങൾക്ക് പിറകിലുള്ള ജനാധിപത്യ വിരുദ്ധത മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാതെ പോയ മനുഷ്യരാണ്. അവർ നടന്ന് ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇത്തരം മനുഷ്യരാണ് ചിന്തിക്കാൻ പറ്റാതെ പോകുന്നു. അതല്ലെങ്കിൽ മനുഷ്യധാർമ്മികതയെക്കുറിച്ച് ധാരണകളില്ലാത്ത മനുഷ്യരാണ് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ശബ്ദങ്ങളും ഉയർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അമേരിക്ക ഇറാനിൽ കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇറാനിലെ ഭരണകൂടം ചെയ്യുന്ന പല കാര്യങ്ങളോടും എനിക്ക് എതിർപ്പുണ്ട്. അതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഒരു സമൂഹവും ഒരു സുപ്രഭാതത്തിൽ ഒരു നന്മ നിറഞ്ഞ ഭരണകൂടത്തെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിനുവേണ്ടി നിരന്തര പോരാട്ടത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യം നേടിയത് 100 വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു 200-250 ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ വന്നപ്പോൾ അന്നൊക്കെ നമ്മുടേതായ ചെറിയ തോതിലുണ്ട്. പക്ഷേ 1857 ശേഷം നമ്മൾ അതിരൂക്ഷമായിട്ടുള്ള നിലനിൽക്കുന്ന രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന സ്വാതന്ത്ര്യ സമരം നടത്തിയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ചെറിയ കാര്യമല്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ഭരണകൂടവും ഏറ്റവും മികച്ചതാകുന്നില്ല. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള സംഘർഷം ഏത് നാട്ടിലുമുണ്ട്. അതിൻ്റെ അർത്ഥം പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് അവരുടെ നീതി നടപ്പാക്കി കളയാം എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇറാനെതിരെയുള്ള അമേരിക്കൻ ഇസ്രായേലി സഖ്യത്തിൻ്റെ ആക്രമണം എന്നുള്ളത് അതിന് ഇറാനെതിരെയുള്ള ആക്രമണം മാത്രമായിട്ട് നമ്മൾ കാണരുത്. ലോകത്തെങ്ങുമുള്ള ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള ജനാധിപത്യ ബോധമുള്ള മുഴുവൻ മനുഷ്യർക്ക് നേരെയുമാണ് അമേരിക്കൻ ഇസ്രായേലി സഖ്യത്തിൻ്റെ ആക്രമണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതിരുന്നുകൂടാ. അതിന് ഇറാനിലെ ഭരണകൂടം അവിടുത്തെ ജനങ്ങളോട് കാണിച്ച ക്രൂരത, അവർ കാണിച്ച മര്യാദകേടുകൾ, അത് വെച്ചിട്ട് ഈ ഒരു ഭരണകൂടത്തെ മുഴുവൻ, ഒരു ലോകക്രമത്തെ മുഴുവൻ മാറ്റിമറിക്കാനുള്ള അമേരിക്കൻ ഇസ്രായേലി ശ്രമത്തെ നമ്മൾ കാണാതിരുന്നുകൂടാ. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് വളരെ എളുപ്പമായി നമ്മൾക്കറിയാവുന്ന വളരെ ചെറിയ അളവുകോലുകൾ വെച്ച് നമ്മളതിനെ അളക്കരുത്. ഇറാനിയൻ ഭരണകൂടം അവിടുത്തെ സ്ത്രീകളോട് ചെയ്ത ക്രൂരതകൾ വെച്ചിട്ട് എന്നാൽ പിന്നെ അയാൾ പോകട്ടെ എന്ന് തീരുമാനിക്കരുത്. അത് തെറ്റായിട്ടുള്ള രാഷ്ട്രീയ ബോധമാണ്. നമ്മൾ കണക്കാക്കേണ്ടത് ഓരോ ജനതയും അവരുടെ സ്വാതന്ത്ര്യം നേടുന്നത്, അമേരിക്കൻ ജനത എത്ര വലിയ ത്യാഗം സഹിച്ചാണ് അവരുടെ ഒരു ജനാധിപത്യ ക്രമം അവർ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ഇറാനിൽ നീതി നടപ്പാക്കുന്നു എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പോലീസ്, അവിടെ അമേരിക്കൻ ഇന്ത്യൻ, നമ്മൾ പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞ റെഡ് ഇന്ത്യൻ, അവിടുത്തെ ആദിമ നിവാസിയായിരുന്ന ഒരു യുവാവിനെ, അവരുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു യുവാവിനെ, അയാൾ അമേരിക്കൻ പൗരനല്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ ഹരാസ് ചെയ്ത് പോലീസ് അവനെ ഓടിച്ചിട്ട് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ ടോർച്ചർ ചെയ്തതിൻ്റെ കഥകൾ വന്നു. അവിടെ നൂറ്റാണ്ടുകളായി അമേരിക്കയിൽ താമസിച്ചു കൊണ്ടിരുന്ന ഈ വെള്ളക്കാരായിട്ടുള്ള അധിനിവേശകർ, അല്ലെ കുടിയേറ്റക്കാർ, അവർ വരുന്നതിന് മുമ്പും അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഒരു പിന്മുറക്കാരനെ ഇവരുടെ നിയമങ്ങൾ വെച്ചുകൊണ്ട് വേട്ടയാടിയ ചരിത്രമുള്ള ഒരാളാണ് ഈ ട്രംപ്. ആ ട്രംപാണ് ലോകത്ത് മറ്റുള്ള സ്ഥലത്ത് നീതി നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ പോയി ട്രംപിനെ മാറ്റിക്കളയാം എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുമോ? അല്ലെങ്കിൽ ട്രംപ് അത് ചെയ്തതുകൊണ്ട് ട്രംപ് മാറണം എന്ന് നമ്മൾ പറയുമോ? മാറേണ്ടതുണ്ട്. പക്ഷെ ആ പ്രോസസ്സ് അമേരിക്കക്കാർക്ക് വിട്ടുകൊടുക്കണം. അത് അവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കണം. ഇറാനിലെ ഭരണാധികാരിയെ മാറ്റണമെങ്കിൽ അത് ഇറാനികൾ തീരുമാനിക്കട്ടെ എന്ന് വിചാരിക്കണം. ഭരണമാറ്റത്തിന് ചിലപ്പോൾ അതേസമയം നമ്മൾ ഒരു കാര്യം കൂടി കണക്കാക്കണം. ഭരണമാറ്റം ചിലപ്പോൾ ആവശ്യമായി വരും. ഈ ഭരണാധികാരികൾ അങ്ങേയറ്റം ക്രൂരത അവരുടെ സമൂഹത്തോട് കാണിച്ചു കഴിയുമ്പം ചിലപ്പോൾ ഇടപെടേണ്ടി വരും. ആ ഇടപെടലിൻ്റെ ഉദ്ദേശശുദ്ധി കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിൽ പണ്ട് ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്.
എന്തായിരുന്നു? ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, കിഴക്കൻ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുജീബുർ റഹ്മാന് ഭൂരിപക്ഷം കിട്ടുന്നു, അദ്ദേഹത്തിന് ഭരണാധികാരം കിട്ടേണ്ടതാണ്, അത് കൊടുക്കാൻ പഞ്ചാബികളായ പടിഞ്ഞാറൻ പാകിസ്ഥാൻ തയ്യാറായില്ല. ഫലമെന്തായിരുന്നു? പാകിസ്ഥാൻ പട്ടാളം വന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ അതിക്രമം കാണിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു, സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, വീടുകൾ കത്തിച്ചു കളഞ്ഞു. കുഞ്ഞുങ്ങളും ഇന്ത്യയിലേക്ക് വന്നത് കോടിക്കണക്കിന് മനുഷ്യരാണ് അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യ അക്കാര്യത്തിൽ ഇടപെട്ടു. ഇന്ത്യ എന്താണ് ചെയ്തത്? ഇന്ത്യ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു. ഇന്ത്യയുടെ പട്ടാളത്തിൽ നമ്മളുടെ പണി നോക്കിപ്പോയി. ഒരു അതിക്രമം അവസാനിപ്പിച്ചു. അവരുടെ കാര്യം നോക്കാൻ ബംഗ്ലാദേശിന് ഒരു സംവിധാനം ഉണ്ടാക്കി. ഇന്ത്യ അതിൻ്റെ വഴിയിലേക്ക് തിരിച്ചു പോന്നു. അതാണ് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഇടപെടൽ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും, പക്ഷേ അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അമേരിക്ക ജനാധിപത്യം നടപ്പാക്കാൻ വേണ്ടി ലോകത്തെ പല രാജ്യത്തിലും ഇടപെട്ടിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടിട്ടുണ്ട്. എന്താണ് ഇന്നിപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥ? പെൺകുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പോകേണ്ടതില്ല എന്നുള്ള അവസ്ഥയിലേക്ക് താലിബാൻ അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ലിബിയയിലെ അവസ്ഥ? എന്താണ് സിറിയയിലെ അവസ്ഥ? എന്താണ് ലോക മനുഷ്യൻ്റെ സിവിലൈസേഷൻ്റെ കളിത്തൊട്ടിലായിരുന്ന ഇറാഖിൻ്റെ അവസ്ഥ എന്താണ്? മതതീവ്രവാദികൾ, മതഭീകരന്മാർ, തീവ്രവാദികൾ പോലുമല്ല, മതഭീകരന്മാർ വാഴുന്ന ഇടങ്ങളായി ഈ സ്ഥലങ്ങളൊക്കെ മാറി. അതാണ് അമേരിക്കയുടെ പാരമ്പര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള ഇറാന് അങ്ങനത്തെ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ബാക്കിയുണ്ടാവുക? അതുകൊണ്ടാണ് അമേരിക്കയുടെ ഇറാനിലെ ഇടപെടലിനെ നമ്മൾ എതിർക്കേണ്ടത്. ഇതിൽ ചിലർക്കെങ്കിലും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ച് ഓർമ്മ വരും. അവർ മാറട്ടെ എന്ന് ആലോചിക്കുന്നുണ്ടാവും. അതല്ല ശരിയായ ചിത്രം. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം.